വേനൽ ചൂടിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. എല്ലാ SHOമാർക്കുമാണ് നിർദ്ദേശം. ഹീറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി തിട്ടൂരമിറക്കിയത് മാത്രമേ ഏമാൻ ഓർമ്മയുള്ളൂ. കീഴുദ്യോഗസ്ഥർ പോലീസ് ഗ്രൂപ്പുകളിലിട്ട് അലക്കുകയാണ് ടിയാന്റെ സർക്കുലർ. കാക്കിക്കുള്ളിലെ കലാകാരന്മാരിൽ ഒരാൾ ഈ സർക്കുലറിനെ പരിഹസിച്ച് വാട്സപ്പ് ഗ്രൂപ്പിലിട്ട കോമഡി റിപ്പോർട്ടാണ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നത്. അതിങ്ങനെ: സൂര്യനോട് മയത്തിൽ പെരുമാറാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അബ്സ്കോണ്ടിംഗ് ആയ വരുണദേവനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. അവധിയിൽ പോയ വായുദേവനോട് ലീവ് ക്യാൻസൽ ചെയ്ത് എത്രയും വേഗം ജോലിക്ക് റിപ്പോർട്ട് ചെയ്യാൻ നടപടിയെടുത്തിട്ടുണ്ട്. ജൂറിസ്ഡിക്ഷനിൽ ആവശ്യമായ മഴ സപ്ലൈ ചെയ്യാൻ ദേവേന്ദ്രന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവേന്ദ്രൻ ഡ്യൂട്ടിയിൽ കയറും വരെ വരുണിന്റെ സേവനം ആവശ്യപ്പെട്ട് DTARലേക്ക് മെസ്സേജും അയച്ചു. കുടയും വാട്ടർ ബോട്ടിലും ഇല്ലാതെ പൊതുനിരത്തിൽ ഇറങ്ങുന്നവരെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി. ഇതിനായി ഫുഡ് പട്രോൾ, മൊബൈൽ പട്രോൾ പിക്കറ്റ് പോസ്റ്റുകൾ ഏർപ്പെടുത്തി നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് സാറേ. ഏതായാലും പ്രായോഗികമല്ലാത്ത സർക്കുലർ ഇറക്കുന്ന മേലുദ്യോഗസ്ഥർ ജാഗ്രതയിൽ. നിങ്ങളെ റോസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുകയാണ് സേനാംഗങ്ങൾ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. 6-ാം ദിവസമാണ് നമുക്ക് പറഞ്ഞിട്ട് ഈ പോലീസിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ. പോലീസ് തന്നെ വലിയ ട്രോളുകളൊക്കെ ഉണ്ടാക്കി കാര്യങ്ങൾ പറയുന്നു. അതിന് തിരിച്ച് നാട്ടുകാരുടെ ട്രോള്, അതിന് പോലീസിൻ്റെ മറുപടി. അങ്ങനെ ഒരു രസികൻ രീതിയിൽ ആളുകൾ ഇതൊക്കെ കണ്ടുപോവുകയാണ്. ഇപ്പോൾ മേലുദ്യോഗസ്ഥർക്ക് തന്നെ ട്രോൾ പണി കൊടുത്തു തുടങ്ങിയോ? ഇതിനോട് മേലുദ്യോഗസ്ഥരുടെ പ്രതികരണം ട്രോൾ രൂപത്തിലാണോ വല്ല നടപടി രൂപത്തിലാണോ? കഴിഞ്ഞ ദിവസമാണ് കേരള പോലീസിന്റെ തലപ്പത്ത് നിന്ന് എല്ലാ സ്റ്റേഷനുകളിലേക്കും ഇത്തരമൊരു നിർദ്ദേശം വന്നത്. അതായത് ചൂടിന്റെ ആധിക്യം കൂടി വരികയാണ്. ഈ ചൂടിന്റെ ആധിക്യത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി അതാത് സ്റ്റേഷനുകളിൽ എടുത്ത നടപടികൾ എന്തൊക്കെയെന്ന് ചോദിച്ചുകൊണ്ടാണ് മേലധികാരികളുടെ ഒരു ഇമെയിൽ സർക്കുലർ അതാത് SHOമാർക്ക് ലഭിച്ചത്. അതിനെ ട്രോളിക്കൊണ്ടാണ് പോലീസ് ഗ്രൂപ്പുകളിലൊക്കെ ഈ ഒരു റിപ്പോർട്ട് എന്ന രീതിയിൽ പരിഹാസ രൂപേണയുള്ള ഒരു റൈറ്റപ്പ് വന്നത്. അത് ഈ വരുണദേവനെ കണ്ടെത്തണം, അതുപോലെ തന്നെ സൂര്യനോട് ചൂട് കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നു എന്നൊക്കെ ഉള്ള തരത്തിൽ ഇത് ഭയങ്കരമായിട്ട് പോലീസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഇതൊരു പരിഹാസം എന്നതിനപ്പുറം ഒരു കട്ടക്കലിപ്പിൽ നിന്നുകൊണ്ടാണ് ഈ പരിഹാസത്തിലുള്ള ഈ ട്രോളുകൾ ഉണ്ടാക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം പോലീസിന് ഇപ്പോൾ ജോലിഭാരം കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ തലപ്പത്ത് നിന്നുള്ള കണക്കെടുപ്പ് ഇപ്പോൾ കൂടുതലാണെന്നാണ് പോലീസുകാർ പറയുന്നത്. ഓരോ വിഷയം വരുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു പെർഫോമ സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശം തലപ്പത്ത് നിന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ണൂർ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. ഉടനെ എല്ലാ സ്റ്റേഷനുകളിലേക്കും ഒരു മെയിൽ വരും. അതാത് സ്റ്റേഷനുകൾ പരിധിയിൽ ഇതുപോലുള്ള കേസുകൾ ഉണ്ടായതിൻ്റെ 10 വർഷത്തെ കണക്കുകൾ ഉടൻ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കേസുകളും ഓരോ സ്ഥലങ്ങളിൽ സംഭവിക്കുമ്പോൾ മറ്റ് സ്റ്റേഷനുകളിലേക്ക് ഈ കണക്കുകൾ ചോദിച്ചുകൊണ്ട് പോലീസ് തലപ്പത്ത് നിന്ന് ഇതുപോലുള്ള മെയിലുകൾ വരുന്നു, സർക്കുലർ വരുന്നു. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഇലക്ഷൻ കാലമാണ്. അപ്പോൾ ഇലക്ഷൻ സെല്ലിൻ്റെ, ജില്ലാ ഇലക്ഷൻ സെല്ലിൽ നിന്നും സംസ്ഥാന ഇലക്ഷൻ സെല്ലിൽ നിന്നും ഒക്കെയുള്ള എൻക്വയറികൾ ഇതുപോലെ വരുന്നു. ഇതിൻ്റെ എല്ലാം ജോലിഭാരം വരുന്നത് അത് ഓരോ സ്റ്റേഷനിലെയും റൈറ്റർമാർക്കും അസിസ്റ്റന്റ് റൈറ്റർമാർക്കുമാണ്. അപ്പോൾ അവർ ഇരുന്ന് കഷ്ടപ്പെടുകയാണ്. ഈ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ മുകളിൽ നിന്ന് വരുമ്പോൾ അതിന് മറുപടി കൊടുക്കണം. അപ്പോൾ അവർക്ക് വീട്ടിൽ പോകാൻ സമയമില്ല, ഓഫ് എടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ റൊട്ടീൻ ജോലികൾ, സാധാരണ പോലീസ് സ്റ്റേഷനിൽ എടുക്കുന്ന FIR അടക്കമുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് എഴുതേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ ജോലിഭാരം കൊണ്ട് കട്ടക്കലിപ്പിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ട്രോളുകൾ അവർ പുറത്തുവിടുന്നത്. അല്ലാതെ അവർക്ക് പ്രതിഷേധിക്കാൻ, സേനയ്ക്കുള്ളിൽ നിന്ന് പ്രതിഷേധിക്കാനൊന്നും ഉള്ള അവകാശമില്ല. ചോദ്യം ചെയ്യാൻ, മുകളിൽ നിന്ന് വരുന്ന നടപടികളെ ചോദ്യം ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇത്തരം നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ അതിനു പകരം അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗമാണ് ഇത്തരം പരിഹാസ ട്രോളുകൾ അവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാൻ. അത് ആ രീതിയിൽ തന്നെ എടുക്കട്ടെ അല്ലേ? ഇനിയിപ്പോൾ നടപടികളൊന്നും വരാതെ അത് അവരുടെ ഒരു പ്രതിഷേധ മാർഗം ട്രോളുകളായി അങ്ങനെ പോകട്ടെ, കുഴപ്പമില്ലാതെ. ശരി.